എന്താ അമ്മേ? എനിക്ക് വായിക്കാൻ പറ്റുന്നില്ലല്ലോ മോളെ. പനിച്ചതല്ലേ, അതിന്റെ ക്ഷീണാവും. ശിവകാമി എഴുന്നേറ്റോ മോളെ? എഴുന്നേറ്റു. എന്താ എന്നെക്കുറിച്ചൊരു സംസാരം? ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ രണ്ടുപേർക്കും? എന്തിന്? അല്ല, കുറ്റം പറച്ചിലിന്. എന്റെ മോളെ, എന്താ നിന്റെ മനസ്സിങ്ങനെ? ചുറ്റുപാടുകൾക്കനുസരിച്ചല്ലേ മനസ്സും മാറുക. നിങ്ങളുടെ സ്വഭാവം അനുസരിച്ച് എന്റെ മനസ്സും മാറി അല്ലേ ഭാഗ്യലക്ഷ്മി? ഞങ്ങളുടെ മനസ്സിന് ഒരു കുഴപ്പമില്ല. അത് നിങ്ങൾ പറയല്ലേ. നീ ഇവളോട് മിണ്ടാൻ നിൽക്കണ്ട മോളെ. രാവിലെ തന്നെ അവളുടെ വായിലിരിക്കുന്നത് കേൾക്കാനാണോ? എന്റെ നാക്കിന് കുഴപ്പം, എനിക്കാകെ കുഴപ്പം. നിങ്ങൾ രണ്ടാളും സൽസ്വഭാവികള്. എന്തു പറഞ്ഞിട്ടെന്താ? എന്റെ വിധി സ്വയം വരുത്തി തീർത്തതല്ലേ, അനുഭവിക്ക്. മോളെ, അസുഖം വരുന്നത് ഒരു കുറ്റമാണോ? ആരെങ്കിലും അത് സ്വയം വരുത്തി വെക്കുവോ? എന്റെ അമ്മ വരുത്തി വെച്ചല്ലോ. ഇന്നലെ പനിച്ചു വിറക്കിയായിരുന്നു. എന്താ കാരണം? ഇവള് തരുന്നതെന്തും മുന്നും പിന്നും നോക്കാതെ കഴിക്കുന്നതുകൊണ്ട്. കുറ്റല്ലേ ഇത്? സ്വയം വരുത്തി വെക്കുന്നതല്ലേ. ഇങ്ങനൊക്കെ പറഞ്ഞ എന്താ ചെയ്യാ അമ്മേ? ഞാൻ പറയൂടി, പറയും. എന്റെ പൊന്നു മോളെ, വായി തോന്നുന്നത് പറയുന്നത് നീ ഒന്ന് നിർത്ത്. എന്നിട്ട് ദേ ഈ രാമായണം ഒന്ന് വായിച്ചതാ. അർത്ഥം അറിയില്ലെങ്കിലും വായിച്ചാൽ അതിന്റെ പുണ്യം കിട്ടും. രാമായണ മാസമല്ലേ? അത് ശരി. അപ്പോ ഈ സാധനത്തിന് അങ്ങനെയും ചില ഗുണങ്ങളൊക്കെ ഉണ്ടല്ലേ. വെറുതെ അല്ല ആളുകള് വയസ്സാം കാലത്ത് കുത്തിപ്പിടിച്ചിരുന്ന് വായിക്കുന്നത്. അല്ല, ആര് പറഞ്ഞു തന്നതാ ഈ പുതിയ അറിവ്? നിന്നോട് ഉത്തരം പറയാൻ അമ്മയ്ക്ക് വയ്യ. ദയവ് ചെയ്ത് മോൾ ഇതൊന്ന് വായിച്ചതാ. എനിക്ക് വയ്യാഞ്ഞിട്ടല്ലേ. വായിച്ച പുണ്യം കിട്ടുന്ന മഹത് കാവ്യമല്ലേ, അമ്മ തന്നെ അങ്ങ് വായിച്ചോ. അല്ലെങ്കിൽ ദേ ഇവളോട് പറ. അമ്മയുടെ ഏതാശയം സാധിച്ചു തരുന്ന പ്രിയപ്പെട്ടവളല്ലേ. പറയാതെ തന്നെ അവള് വായിച്ചേനെ. പക്ഷേ അവൾക്ക് അക്ഷരം അറിയില്ലല്ലോ. ഓ, അത് ശരിയാണല്ലോ. അപ്പോ നമുക്കൊരു ട്യൂഷൻ മാസ്റ്റർ ഏർപ്പാടാക്കിയാലോ? അപ്പോ നിനക്ക് വായിച്ചു തരാൻ പറ്റില്ലേ? ഞാൻ ഇതുവരെ ഇത് വായിച്ചിട്ടില്ല, ഇനി വായിക്കാനും ഉദ്ദേശമില്ല. എന്താ ചെയ്യാ? ഓ, നിരാശയായോ? എന്റെ അമ്മ നിരാശപ്പെടുന്ന കാണാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് രണ്ടുവരും ഞാൻ ചൊല്ലാം. ദാ, ഏയ്, ഇതൊന്നും വേണ്ട. അമ്മ കേൾക്കാൻ തയ്യാറായിക്കോ? ഇന്നീലാംബരിക്കാറ്റേ, രാമായണക്കാറ്റേ, ഇന്നീലാംബരിക്കാറ്റേ, തങ്കനൂൽ നെയ്യുമീ സന്ധ്യയിൽ, കുങ്കുമം പെയ്യുമീ വേളയിൽ, രാഖി ബന്ധനങ്ങളിൽ സൗഹൃദം പകർന്നു വരൂ രാമായണക്കാറ്റേ, ഇന്നീലാംബരിക്കാറ്റേ. മതിയോ? അമ്മയ്ക്ക് ഇനി രാമായണം വായിച്ച് കേൾക്കണോന്ന് തോന്നുമ്പോ എന്നെ വിളിച്ചാ മതി കേട്ടോ. ഞാൻ വന്ന് പാടിത്തരാം. ലക്ഷ്മണ, നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക. ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം പരിഷകൾ. വില്ലിനി നന്നായി കുഴിയെ കുലക്കിലും വേണം. നല്ലൊരു ശരമൂരിപ്പിടിച്ചുകൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കണം വഴിയേ വൈദേഹിയും, പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം. ജീവാത്മാ
പരമാത്മാക്കൾക്ക് മധ്യസ്ഥയാകും ദേവിയാം മഹാമായാശക്തി എന്നതുപോലെ. മോളെ, മോളിതെങ്ങനെ പഠിച്ചു? അമ്മ വായിക്കുന്നത് കേട്ട് പഠിച്ചതാ. ഭഗവാനെ, ശ്രീരാമചന്ദ്രമൂർത്തി, നീ എന്നെ തുണച്ചു. എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ ഇതുപോലൊരു കുട്ടിയെ കിട്ടിയല്ലോ എനിക്ക്. നീ എന്താ വരുന്ന വിവരത്തിനൊന്നും വിളിക്കുക പോലും ചെയ്യാതെ? നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. അല്ലെങ്കിലും സർപ്രൈസ് ഉണ്ടാക്കുന്നതിലാണല്ലോ നിനക്ക് മിടുക്ക്. പ്രേമത്തിൽ സർപ്രൈസ്, അത് അവസാനിപ്പിച്ചതിലും പെട്ടെന്ന് ഗൾഫിൽ പോകുന്നതിലും ഒക്കെ സർപ്രൈസ്. ഒന്നുമല്ലടി, എല്ലാം സംഭവിച്ചു പോകുന്നല്ലേ. ആ കേക്കട്ടെ, എന്താ നിന്റെ വിശേഷം? ഓ, കുടുംബമായിട്ട് ജീവിച്ചു പോകുന്ന എനിക്കെന്ത് വിശേഷം? നീ പറ. നീയല്ലേ പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നത്? എന്താടി? അതൊക്കെ വിശദമായി പറയാൻ തന്നെയാ ഞാൻ വന്നത്. ഞാനിവിടുന്ന് പോകുന്നവരെയുള്ള കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. 2.5 വർഷം സാമാന്യം തരക്കേടില്ലാത്ത ജോലിയുമായി അവിടെ ജീവിതം. കുറച്ചുകാലം കഴിഞ്ഞ് ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങി. ഇച്ചായന് എന്നെ കല്യാണം കഴിപ്പിച്ചയക്കണം, അതും എത്രയും പെട്ടെന്ന്. എനിക്ക് വയ്യ ആലീസേ. അതെന്താടി? എന്തൊക്കെയായിട്ടും മനസ്സിൽ നിന്ന് അതൊന്നും പറിച്ചറിയാൻ പറ്റാത്ത പോലെ. സത്യം പറഞ്ഞ ഞാനിങ്ങോട്ട് തിരിച്ചു പോകുന്നത് തന്നെ അതിന്റെ പേരില. ഇച്ചായനോട് കുറെ കള്ളം പറഞ്ഞത് വെറുതെയാ. ജോലി മടുത്തു, തുടർ പഠനം, അങ്ങനെ ചിലത്. പക്ഷേ അതിനിടയിലും പ്രശ്നങ്ങള്. എന്താ? താമസം ഇവിടുന്ന് കുറച്ചകലെ ഒരു വാടക വീട്ടിലാ. 3 മാസമേ ഇച്ചായൻ എന്റെ കൂടെ ഉണ്ടാവൂന്നാ പറഞ്ഞത്. അതിനു മുമ്പേ എന്റെ വിവാഹം നടത്തിയിട്ടേ തിരിച്ചു പോകുന്നു. ഞാൻ എന്താടി ചെയ്യാ? 2.5 വർഷമായി അവനെക്കുറിച്ച് ഒരു വിവരവും എനിക്കറിയില്ല. അവനെക്കുറിച്ച് നിനക്ക് വല്ലതും അറിയാവോ? കേട്ടുകേൾവിയാ. ചില ഫ്രണ്ട്സ് പറഞ്ഞറിഞ്ഞ വിവരം. എന്താ? അല്ല, പ്രത്യേകിച്ചൊരു മാറ്റവും അവനില്ല. ആ, ഒന്നുണ്ട്. അവനൊരു പെണ്ണിന്റെ കൂടെ താമസമൊന്നും. എല്ലാം കേട്ടുകേൾവിയാ. വ്യക്തമായ അറിവൊന്നും എനിക്കില്ല. ഇത് ഞാൻ വിശ്വസിക്കില്ല ആലീസേ. അവനെ എനിക്കും അറിയാവുന്നതുകൊണ്ട് എനിക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ തോന്നിയില്ല. നീ അന്വേഷിക്കണം വ്യക്തമായി. ഒന്ന് വിളിക്കാനോ പുറത്തിറങ്ങാനോ എനിക്കുള്ള സ്വാതന്ത്ര്യം പരിമിതമാണ്. ഇപ്പൊ തന്നെ നിന്റെ അടുത്തേക്ക് പോകുന്നത് മാർട്ടിച്ചായൻ വീട്ടിലില്ലാത്തതുകൊണ്ടാ. ഒരു കൂട്ടുകാരനെ കാണാൻ പോയിരിക്കുക. വരാൻ കുറച്ച് വൈകും. ഞാൻ അന്വേഷിക്കാടി. സൈമ, എടാ സൈമ, എടാ എടാ നിന്റെ പെണ്ണിനെ കണ്ടടാ. ആര്? ഭാഗ്യലക്ഷ്മിയോ? അല്ലെന്നേ, ആ അയറിനെ. അയറ് കണ്ടുന്നേ. അവള് നാട്ടിലെത്തിയായിട്ട് വിവരമൊന്നും കിട്ടിയില്ലല്ലോ. അതൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ടു എന്നുള്ളത് നേരാ. എവിടുന്ന്? കഴിഞ്ഞ ദിവസം കുണ്ടന്നൂർ ഭാഗത്തായിരുന്നു സെയിൽസ്. ആ ട്രാഫിക് ജംഗ്ഷൻ അടുത്ത് വെച്ചാ. കണ്ടെന്ന് വെച്ചാ വ്യക്തമായിട്ട് കണ്ടോ എന്ന് ചോദിച്ചാ, നമ്മൾ ഈ ലോട്ടറി ടിക്കറ്റുമായി ഒന്നെടുക്കട്ടെ അനിയ, അമ്മച്ചി, പെങ്ങളെ എന്ന് പറഞ്ഞ് ഓരോരുത്തരുടെ മുമ്പിൽ നമ്മളിങ്ങനെ കൈനീട്ടുകയല്ലേ. ഇടയ്ക്കൊന്ന് നിർത്തിയപ്പോ ബ്ലോക്കിൽപ്പെട്ട കാറിൽ ആ കുട്ടി. ശരിക്കും കണ്ടോ? ഓടി അടുത്തെത്തുമ്പോഴേക്കും കാർ വിട്ടു പോയില്ലേ. എങ്കിലും കണ്ടത് അവളെ തന്നെയാണെന്ന് എനിക്ക് നല്ല ഉറപ്പാ. ഏയ്, അത് അവളെ പോലെ വേറെ ഏതെങ്കിലും പെൺകുട്ടിയാവൂ. അല്ലെന്നേ, നിന്നെ കണ്ട എനിക്ക് പിഴയ്ക്കോ? അതില്ല,
എങ്കിൽ ഇതും ആ കുട്ടി തന്നെ. എങ്കിലും കണ്ടത് ആ കുട്ടിയെ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാന്നേ. പക്ഷെ വന്നതിനെ പറ്റി ഒരു വിവരവും കിട്ടിയിട്ടില്ലല്ലോ. അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കണ്ടത് ആ കുട്ടിയെ തന്നെയാ. അവളുടെ വീട് നിൽക്കണ വഴിയെ ഞാൻ പോകാറുള്ളതാ. ഇന്നലെ വരെ അത് പൂട്ടിക്കിടക്കായിരുന്നു. ഈ വക കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കണ്ടു അത്രമാത്രം. സാധ്യത കുറവാ. ഒരാളെപ്പോലെ എത്ര ആളുണ്ടാവും ഈ ലോകത്ത്? അതൊക്കെ ശരിയാ. പക്ഷേ അവൾ എവിടെയാ താമസം എന്നൊക്കെ അറിയോ? അത് ഞാൻ എങ്ങനെ അറിയാനാ സൈമ? കണ്ട വിവരം ഞാൻ നിന്നോട് പറഞ്ഞു. വിശ്വസിക്കാൻ ഇഷ്ടമാണെങ്കിൽ വിശ്വസിച്ചാൽ മതി. അലച്ചിലല്ലേ പണി. എവിടെയെങ്കിലും വെച്ച് കാണാതിരിക്കില്ല. അതിനിടയ്ക്ക് വിശദ വിവരങ്ങളും മറ്റും അന്വേഷിക്കുകയും ചെയ്യാം. ഞാൻ വരട്ടെ, ഇത്തിരി പണിയുണ്ട്. ഇതെല്ലാം വിറ്റ് തീർക്കണം. ശരി എന്നാ. ലോട്ടറി ടിക്കറ്റ് കേരള സംസ്ഥാന ഭാഗ്യക്കുറി. നറുക്കെടുപ്പ് നാളെ. ഇത്രയും കാലം നിന്നോട് പറയാത്ത രഹസ്യമായിരുന്നു ഇത്. ഇപ്പോഴും പറയണമെന്ന് കരുതിയതല്ല. പക്ഷേ ഇപ്പോൾ അയറിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ മൂടി വെച്ചതൊക്കെ പുറത്തു വന്നു. മനസ്സിൻ്റെ ആ വിങ്ങല് സഹിക്കാൻ പറ്റുന്നില്ല. അതാരോടെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഹൃദയം പൊട്ടി മരിക്കും ഞാൻ. ഇത്രയ്ക്ക് സങ്കടപ്പെടാതെ സൈമ. ആശിച്ചതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സാധിക്കണമെന്നില്ലല്ലോ. കുറച്ചു പേരുടെ എല്ലാ ആശകളും നടന്നെന്നിരിക്കും. എന്നാൽ നമ്മളെപ്പോലെ ഭൂരിപക്ഷം പേരും നടക്കാത്ത ആശകളുടെ വിഷമവും പേറിയല്ലേ ജീവിക്കുന്നത്. അങ്ങനെയൊക്കെ വിശ്വസിക്കാൻ ശ്രമിച്ച ഇതുവരെ ഞാൻ ജീവിച്ചത്. പക്ഷേ എന്താ സൈമ ഇങ്ങനെ സങ്കടപ്പെടാൻ പാടുണ്ടോ? നിനക്കറിയാഞ്ഞിട്ടാ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിന്റെ ആഴം. ആദ്യമൊന്നും എതിർപ്പിത്ര രൂക്ഷമാവെന്ന് കരുതിയതല്ല. ഉണ്ടാവാൻ സാധ്യതയില്ലായിരുന്നു. നല്ല സാമ്പത്തിക സ്ഥിതി, നല്ല ബിസിനസ്, ഒരാണിന് ഒരു പെണ്ണിനെ പോറ്റാൻ ഇതിനപ്പുറം എന്ത് വേണം? എല്ലാം തകിടം മറിഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു. ബിസിനസ് നേരെയാക്കാൻ പറ്റാത്ത വിധം പൊളിഞ്ഞു. ഇളയച്ചൻ്റെ ചതി. ഞാനും അയറിനും തമ്മിലുള്ള ബന്ധം മോശമാൻ തുടങ്ങിയത് അവിടെ മുതലാണ്. അവളുടെ ഭാഗത്തുനിന്നല്ല, അവളുടെ വീട്ടുകാരിൽ നിന്ന്. അപ്പച്ചനും അമ്മച്ചിയും സഹോദരനും കുടുംബക്കാരുമൊക്കെ ഒന്നിച്ചെതിർത്തു. കടം തീർത്തും പുതിയ ബിസിനസ് കണ്ടെത്താനുമായി ഒരു നെട്ടോട്ടമായിരുന്നു പിന്നീട്. എൻ്റെ അപ്പച്ചനും ഞാൻ കാരണം വല്ലാതെ തകർന്നിരുന്നു. എന്നാലും എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എല്ലാം തരണം ചെയ്ത് ഞങ്ങൾ ഒന്നിക്കുമെന്ന്. അവളുടെ അപ്പച്ചനും അമ്മച്ചിയും മരിച്ചതോടുകൂടി ഗൾഫിലുള്ള ചേട്ടൻ അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അതോടുകൂടി വല്ലപ്പോഴുമുള്ള ഞങ്ങളുടെ കൂടിക്കാഴ്ചയും വിളിയും എല്ലാം നിലച്ചു. വിളിക്കാൻ ചേട്ടൻ സമ്മതിച്ചിട്ടുണ്ടാവുകയല്ല. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം സത്യസന്ധമാണെങ്കിൽ ഒരു കാലത്തും അത് തകരില്ല. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം അങ്ങനെയുള്ളതാ. അതിന് തോൽവി ഉണ്ടാവില്ല ഒരിക്കലും. ഉണ്ടായാൽ ദൈവങ്ങളൊക്കെ പിന്നെ ഉണ്ടെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? നിനക്ക് പ്രതീക്ഷയുണ്ടോ ഭാഗ്യലക്ഷ്മി? തീർച്ചയായും ഉണ്ട്. കടങ്ങളിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെടും. പുതിയ ബിസിനസ് കണ്ടെത്തുകയും ചെയ്യും. പക്ഷേ അയറിനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടാൽ? അങ്ങനൊന്നും പറയാതെ സൈമ. എപ്പോഴും നല്ലത് മാത്രം പ്രതീക്ഷിക്ക്. അപ്പോ നല്ലതേ നടക്കൂ. നിന്റെ നാക്ക് പൊന്നാവട്ടെ ഭാഗ്യം. ആവും. എന്റെ കൂടെ ചോറ്റാനിക്കൊരമ്മയുണ്ട്. ആ അമ്മ തോന്നിപ്പിച്ചതാവും ഇങ്ങനെ. പിന്നെ സൈമന്റെ സങ്കടവും കണ്ണീരും കർത്താവും കാണുന്നുണ്ടല്ലോ. ഒരു രക്ഷയില്ല. അങ്ങനെ ഒരു പച്ചമരുന്നുകാരി ഈ ദുനിയാവിൽ ഇല്ലെന്ന് തോന്നുന്നു. അതെ, ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞല്ല. അന്വേഷിച്ചിട്ടും കണ്ടെത്താത്തപ്പോഴുള്ള നിരാശ മൂലം പറഞ്ഞതാ. നമുക്ക് അന്വേഷിക്കാന്നേ. അമ്മയുടെ കാര്യം ആലോചിച്ചിട്ടാ എനിക്ക് നാൾക്ക് നാൾ തളർച്ചയും പനിയും. അവര് വന്നൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്താ മരുന്ന് കുടിച്ചിട്ട് കാര്യമില്ലാത്തതെന്നൊന്ന് അറിയായിരുന്നു. അവരെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ ചികിത്സ തന്നെ തേടായിരുന്നു. നമുക്ക് നോക്കാം ഭാഗ്യം. ഒന്നിലും നീ ഇതുവരെ തോറ്റിട്ടില്ലല്ലോ.
ഇനി രക്ഷയില്ലാന്ന് വിചാരിക്കുന്ന മുഹൂർത്തത്തിലൊക്കെ ചോറ്റാനിക്കര അമ്മ നിന്നെ രക്ഷിച്ചിട്ടില്ലേ? ഉണ്ട്. എങ്കിൽ ഇപ്പോഴും രക്ഷിക്കും. നീ ചെല്ല്. അമ്മ എവിടെ നിന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. എന്നെ സമാധാനിപ്പിച്ച് പറഞ്ഞയച്ച് സൈമൺ ഇവിടെ ഇരുന്ന് വിഷമിക്കരുത്. റസാക്കിക്ക ഓർമ്മയുണ്ടല്ലോ? എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. സൈമണ ഞാൻ നോക്കിക്കോളാം. കുട്ടി പൊയ്ക്കോളൂ. എടി, നാട് തണ്ടി തിരിച്ചു വന്നോ അങ്ങാടി പശു? എവിടെ പോയതാടി? ഡീ നിക്കടി അവിടെ. ഞാൻ പറഞ്ഞതിനെന്താ ഒരു മറുപടിയും തരാത്തത്? അത് അർഹിക്കാത്തതുകൊണ്ട്. സ്വന്തം വീടാണെങ്കിൽ തോന്നുമ്പോ വരാം, തോന്നുമ്പോ പോവാം. എന്നാലും ഒരു പെണ്ണിന് ആ പോക്കുവരവിന് ഒരു സമയപരിധി ഉണ്ടാവണം. ഏത് സമയത്ത് പോയാലും തിരിച്ചു വന്നാലും ആ പോക്കുവരവിന് ഒരു ദുരുദ്ദേശവുമില്ലാത്തപ്പോ ഞാനെന്തിനു ഭയക്കണം? പക്ഷേ ഇവിടെ ഭയക്കണം, ചോദിക്കാനും പറയാനും ആളുണ്ടാവുമ്പോ. അധികാരപ്പെട്ടവരോട് ചോദിച്ചിട്ടുണ്ടാവുമെന്ന് കരുതിക്കോ. ആരടി അങ്ങനൊരാള്? ഞാനല്ലാതെ. അമ്മ. ഹാ, പോയി നോക്ക് ആ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോന്ന്. നീയല്ലേ ഇവിടെ ഉണ്ടായിരുന്നത്? അപ്പൊ നിനക്കറിയണമല്ലോ. ആരന്വേഷിക്കുന്നടി അതിനെക്കുറിച്ച്? ശിവകാമി, സ്വന്തം അമ്മയെക്കുറിച്ച് ഇത്രയും ദുഷ്ടവാക്കുകൾ പറയുന്ന നീ അനുഭവിക്കും. പെറ്റമ്മ ശപിച്ച് നാശമാക്കിയിട്ടും എനിക്കിതുവരെ ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ വേലക്കാരിയായ നിന്റെ ശാപവാക്ക്. പോടി അവിടുന്ന്. അമ്മയ്ക്ക് എന്തു പറ്റി? എന്തോ ഒരു സുഖക്കുറവ് പോലെ. അപ്പോ മരുന്ന് കഴിച്ചില്ലേ? ഞാൻ ശിവകാമിയെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നല്ലോ. അവൾ തന്നില്ല, ഞാൻ ചോദിച്ചുമില്ല. അപ്പോ അതിന്റെ ആവും ക്ഷീണം. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. എന്താ അമ്മയ്ക്ക് മരുന്ന് കൊടുക്കാതിരുന്നത്? സമയം കിട്ടിയില്ല. മരുന്നിന് ഫലം ഉണ്ടെങ്കിൽ എന്തിനാടി ഈ പ്രാർത്ഥന? മരുന്നും പ്രാർത്ഥനയും കൂടി ആവുമ്പോ കൂടുതൽ ഫലം കിട്ടും. കിട്ടും. അത് വിശ്വാസമുള്ളവർക്കറിയാം. എന്റെ വിശ്വാസം എന്താണെന്നറിയോ നിനക്ക്? നിന്റെ മരുന്നും പ്രാർത്ഥനയും കൊണ്ട് അമ്മ ചാവുമെന്ന്. ഇല്ല ശിവകാമി, പുതിയ പ്രവചനമാണോ? പഴയത് തന്നെയാ. എന്നാൽ എവിടെ നിന്റെ പച്ചമരുന്നുകാരി? ഒരു തവണ ഏതോ ഒരു മരുന്നും തന്ന് പോയതല്ലേ അവര്. പിന്നെ വന്ന് കണ്ടില്ലല്ലോ അമ്മയുടെ സൂക്കേട് മാറ്റാൻ. എന്താടി മറുപടിക്ക് വാക്കുകൾ മുട്ടിയോ?
ചോറ്റാനിക്കരെ അമ്മേ, എനിക്കിപ്പോ അറിയണം അമ്മയുടെ സൂക്കേട് മാറ്റാൻ പച്ചമരുന്നുകാരി വരുവോ ഇല്ലയോ എന്ന്. എന്നിട്ടേ ഞാനിത് മാറ്റൂ. ഇവിടെ ആരും ഇല്ലേ? പച്ചമരുന്നുകാരി, എന്റെ അമ്മേ, ചോറ്റാനിക്കര ദേവി.